ഹൈദരാബാദിനെയും ബംഗളൂരുവിനെയും അതിവേഗ റെയിൽ വഴിയിലൂടെ ബന്ധിപ്പിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ വേഗം പിടിച്ചിരിക്കുകയാണ്. പാതയുടെ അലൈൻമെന്റ് അന്തിമമാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെത്തി സംസ്ഥാന സർക്കാരുമായി ചർച്ചകൾ നടത്തുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന വകുപ്പ്, ഗതാഗത വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട ഉന്നത അധികാരികളുമായും മന്ത്രിമാരുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലാണ് ഹൈദരാബാദ് ബംഗളൂരു അതിവേഗ റെയിൽ കോറിഡോർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പദ്ധതി നടപ്പാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ നിർണായക ഘട്ടത്തിലായതിനാൽ സംസ്ഥാന അടിസ്ഥാന സൗകര്യ വികസന വകുപ്പിനാണ് ഈ ചുമതല. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ വേഗത്തിലാക്കാൻ പ്രത്യേകമായി ഒരു നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമ നടപടികളിലെ വൈകിപ്പിക്കൽ, നഷ്ടപരിഹാര പ്രശ്നങ്ങൾ, പരിസ്ഥിതി അനുമതികൾ തുടങ്ങിയ പ്രതിബന്ധങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. പാതയുടെ വലിയൊരു ഭാഗം തെലങ്കാനയിലൂടെ ആയിരിക്കുമെന്നതിനാൽ കർണാടക സർക്കാർ ആദ്യം ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. ബംഗളൂരുവിനെയും പൂനെയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയ്ക്കാണ് സംസ്ഥാനത്തിന് മുൻഗണനയെന്ന നിലപാടായിരുന്നു. എന്നിരുന്നാലും കേന്ദ്രത്തിന്റെ നിലപാടിനെ മാനിച്ച് ഹൈദരാബാദ് പ്രൊജക്ടിനോട് സംസ്ഥാന സർക്കാർ സഹകരിക്കാമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്ക് കുറഞ്ഞത് 8.5 മണിക്കൂർ മുതൽ 19 മണിക്കൂർ വരെ സമയം എടുക്കുന്നു. വന്ദേ ഭാരത് സർവീസിന് പോലും 8.25 മണിക്കൂറാണ് വേണ്ടത്. വിമാനയാത്ര ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റാണെങ്കിലും വിമാനത്താവളത്തിലേക്കുള്ള യാത്രയും സുരക്ഷാ പരിശോധനയും കാത്തിരിപ്പും ചേർന്നാൽ ആകെ സമയം ഗണ്യമായി വർദ്ധിക്കുന്നു. എന്നാൽ ഏകദേശം 1 മണിക്കൂർ 55 മിനിറ്റിൽ 2 നഗരങ്ങൾക്കിടയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഗതാഗത രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. കർണാടകയിൽ 3 സ്റ്റേഷനുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗരിബിദനൂർ താലൂക്കിലെ അലിപുര, ബംഗളൂരു റൂറലിലെ ദേവനഹള്ളി, കൊടിഹള്ളി എന്നിവിടങ്ങളിൽ. ദേവനഹള്ളി സ്റ്റേഷൻ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമായിരിക്കും. കൊടിഹള്ളി സ്റ്റേഷൻ നിർമ്മാണം പുരോഗമിക്കുന്ന ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേക്ക് അരികിലായിരിക്കും. ഇതിലൂടെ റോഡ്, വിമാന, റെയിൽ ഗതാഗതങ്ങൾ തമ്മിലുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റി ഉറപ്പാക്കാനാണ് പദ്ധതി. ആകെ 12 സ്റ്റേഷനുകളാണ് ഈ കോറിഡോറിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും തെലങ്കാന ഭാഗത്തായിരിക്കും. സാങ്കേതികമായി ഈ അതിവേഗ റെയിൽ പാതയിൽ 300 കിലോമീറ്ററിന് മുകളിലുള്ള വേഗത കൈവരിക്കാനാകുന്ന ട്രെയിനുകളായിരിക്കും ഓടിക്കുക എന്നതാണ് സൂചന. പ്രത്യേക ട്രാക്ക് സംവിധാനവും പൂർണ്ണമായും വേർപെടുത്തിയ പാതയും ഉപയോഗിക്കുന്നതിനാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉയർന്നതായിരിക്കും. ജാപ്പനീസ് ശൈലിയിലുള്ള ഷിങ്കാൻസൻ സാങ്കേതിക വിദ്യയോ യൂറോപ്യൻ ഹൈസ്പീഡ് മോഡലുകളോ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗളൂരുവും ഹൈദരാബാദും രാജ്യത്തെ പ്രധാന IT ഹബ്ബുകളാണ്. ഈ 2 നഗരങ്ങൾക്കിടയിലെ യാത്രാസമയം ഗണ്യമായി കുറയുന്നത് IT, സ്റ്റാർട്ടപ്പ്, ഫിനാൻസ്, ഗവേഷണ മേഖലകൾക്ക് വലിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷ. ദിവസേന ജോലി സംബന്ധമായ യാത്രകൾ നടത്താൻ കഴിയുന്ന രീതിയിൽ ഡെയിലി കമ്മ്യൂട്ടിംഗ് സാധ്യതകളും ഉയരും. കൂടാതെ ഇടത്തരം നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് വളർച്ചയ്ക്കും വ്യവസായ വികസനത്തിനും പദ്ധതിയിലൂടെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലും പ്രാഥമിക സർവേകളും പൂർത്തിയായാൽ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമാണ് അടുത്ത ഘട്ടം. പൂർണ്ണതയിലെത്തിയാൽ ദക്ഷിണേന്ത്യയിലെ ഗതാഗത ഭൂപടത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.